ഹലോ ഗേയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വില്ലേജ് കണ്ടുപിടിക്കാനാണ്. ഓൾറെഡി നമ്മളോട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്നിട്ട് വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ കൃഷിയിൽ നിന്ന് ഒരു 5 ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മതിയാവും തോന്നുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ തന്നെ അതാ നേരം എഴുന്നേരമായിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കുറച്ച് ഡേറ്റൊക്കെ വെച്ച് കഴിഞ്ഞ ക്രീപ്പറൊക്കെ പൊട്ടിയതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ അപ്ഡേറ്റ് വന്നു. പുതിയ അപ്ഡേറ്റിൽ എൻ്റെ ഓട്ടോ അപ്ഡേറ്റ് അതിൻ്റെ മൈൻക്രാഫ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത്. അത് കാരണം പണി കിട്ടി. ബീറ്റ വെർഷനിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇത് നോർമലാവും, അത് എപ്പോൾ ആവും എന്നറിയില്ല. ഏതാവട്ടെ, നമുക്ക് കിടന്നുറങ്ങിയതിന് ശേഷം നേരെ നമുക്ക് നമ്മുടെ സവാന ഭയത്തിൽ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വില്ലേജ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് കുറച്ച് വലിയൊരു ട്രിപ്പാവും. കാരണം ആകെ എൻ്റെ കയ്യിലുള്ള 5 ബ്രെഡും ഞാനുണ്ട്. നമ്മൾ എവിടെയാണ് നമ്മൾ വില്ലേജ് മറ്റേ സവാന ഭയം കണ്ടിടുന്നത്? ഈ ഡയറക്ഷനാണല്ലേ? ഓക്കെ, നമുക്ക് ഈ വായിക്കൂടാണ്ട് പോവാം. നമുക്ക് എന്തായാലും ലക്കിലെത്താണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നില്ല. ഓക്കെ, നമ്മളിങ്ങനെ പോവല്ലേ. നമുക്ക് വില്ലേജ് കിട്ടിയിട്ട് വില്ലേജറിനെ അങ്ങനെ കൊണ്ടുവരാനായിരിക്കും ഏറ്റവും നല്ല പണി. കാരണം വില്ലേജ് കിട്ടിക്കഴിഞ്ഞാലും ദൂരല്ലാതെ എടുത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. എടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വില്ലേജറിനെ ബോട്ടിൽ വെച്ച് കൊണ്ടുവരാം. ദൂരത്താണെന്ന് ഞാൻ എങ്ങനെ കൊണ്ടു? ഓക്കെ, നമ്മളിവിടെ സവാനയ്ക്ക് എത്താറായിരിക്കും. ഓക്കെ, കാണുന്നു അക്വേഷ്യ. എന്തായിരുന്നു? ശരി, ഞാൻ മലയാളത്തിൽ നിന്നാണ് അക്വേഷ്യ മരം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോറേഷൻ ചെയ്യുക. ചിലപ്പോൾ വല്ല ലാവാപ്പൂളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ സവാലിന് ഏറ്റവും കൂടുതൽ ലാവാപ്പൂളും ഉണ്ടാവും. നമ്മൾ തേടി വന്ന സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. ഓക്കെ, സവാന. ഇവിടൊക്കെ സവാന തന്നെയല്ലേ? ഓക്കെ, കുറച്ച് അയൺ എടുത്തേക്കാം. ഇത് പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ട് തന്നെ എൻ്റെ ഷെയ്ഡർ പാക്കൊക്കെ അടിച്ചു പോയി. കുഴപ്പമില്ല, ഞാൻ പുതിയ ഷെയ്ഡർ പാക്ക് അങ്ങനെ എടുത്തോണ്ട്. ഗൈസ്, ഇവിടെ കുറച്ച് തോന്നെ അതിനുണ്ടല്ലോ. വിചാരിച്ചതിനായിട്ട് കൂടുതലുണ്ട്. നമ്മൾ നേരത്തെ കണ്ട് വരുന്നായിരുന്നു. വെറുതെ കുഴിയൊക്കെ ഒഴിച്ചിട്ട് അതിനെടുക്കാൻ വന്നു. ഇവിടെ ഉണ്ടായ നമ്മളത് അങ്ങോട്ട് പോകണം. നേരെ വെച്ച് പിടിക്കുക, അതാണ് നല്ലത് തോന്നുന്നു. എൻ്റെ അടുത്തുള്ള ബ്രെഡ് ഇപ്പോൾ തീരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡയറക്ഷൻ വെച്ച് പിടിക്കുക. അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. സോമ്പ് എത്തിക്ക്. ഓക്കെ, നമുക്കത് അങ്ങനെ പോയി. ഓക്കെ, ഓടിക്കോ. അവിടെ നോക്ക്, ദൂരത്തൊരൊറ്റ ബ്ലോക്ക് മാത്രം പൊന്തിക്കണ്. എന്തൊക്കെയല്ലേ മൈൻക്രാഫ്റ്റിൽ സംഭവിക്കണേ? നമ്മൾ തെരഞ്ഞു വന്ന സാധനം മാത്രം നമുക്ക് കിട്ടിയാൽ മതി. എന്താ ഇങ്ങനെ? എൻ്റെ വേൾഡ് മാത്രം എന്താ ഇങ്ങനെ? ഫുൾ ഇങ്ങനെ ഗ്ലിച്ചായ പോലത്തെ മലകൾ. എന്തായാലും ആവട്ടെ, ഞാൻ ഈ വേൾഡ് എന്തായാലും ഡിലീറ്റ് ആക്കണം.
ഈ ഒരു സീരീസ് കഴിയണവരെ ഈ വേൾഡിൽ കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചു നിൽക്കും. ഓക്കെ. ഓ ഇവിടെ മറ്റേ സാധനം ബീഹൈവ് അല്ലേ ഇതിൻ്റെ പേര്? അതെ, ബീഹൈവ്. അതന്നല്ലേ ഹൈവ് ഞാൻ പേരോട് കിട്ടുന്നുണ്ടല്ലോ. ഓ മനസ്സിലായി. നമുക്ക് ചങ്ക് കൂട്ടിയിട്ടൊക്കെ. വില്ലേജൊന്നും കാണാനില്ല. അവിടെ ഒരു സവാന ഉണ്ട്, അവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്. ഓ എന്താ അവിടെ ഫുള്ള് സോമ് മാത്രമേ ഉള്ളൂ. ഓ ഓ മഞ്ഞുമല ഉണ്ടല്ലോ അവിടെ. മഞ്ഞുമല അവിടെ സാധാ മലയുണ്ട്. ഓ അവിടെ പറക്കണ മലയുണ്ട്. എല്ലാതും ഉണ്ട് ഈ വേൾഡിൽ. ആർക്കെങ്കിലൊക്കെ നല്ല ഡിഫിക്കൽറ്റി സീഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സീഡ് തരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയായിട്ടൊരു സീഡ് കണ്ടിട്ട് പോലുമില്ല. എന്നാണോ ഇനി വില്ലേജ് എത്തുക? 2 ബ്രെഡ് ഓൾറെഡി ഞാൻ തിന്ന് തീർത്തു. ഇതോ അവിടെ നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ട്. ഇവിടേക്ക് പോവാ. ഓ ഹോ സൺഫ്ലവർ. എൻ്റെ മുന്നിൽ ലെക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോഴേക്ക് കുറച്ച് ലെക്ക് കിട്ടിയ പോലെ ഒരു ഫീല്. ചിലപ്പോൾ ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ തേടി വന്ന വില്ലേജ് കിട്ടുകയാണെങ്കിലോ. ഞാൻ ഈ മല കയറിയാണ് ഇറങ്ങിയത് വില്ലേജ്. അതെ, ഞാൻ കാണുന്നു, ഒന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് തന്നെ കുറച്ചുകൂടി കണ്ട് ദൂരത്ത് വരെ നടന്നു പോവാം. എന്തായാലും ഒന്നും കിട്ടില്ല. വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വില്ലേജറിനെ കൊല്ലണം. നമ്മൾ ഒറ്റ ട്രിപ്പിൽ തന്നെ തിരിച്ച് പോകലും കൊണ്ടലും തന്നെ ഇന്ന് കഴിക്കണം. അതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, നമുക്ക് കൊല്ലാൻ പറ്റുമോ നമുക്ക് നോക്കാം. അയ്യോ, ഇവിടെ ഒന്നില്ലേ? ഓ മത്തങ്ങ അവിടെ ഉണ്ട്. മത്തങ്ങ ഉണ്ട് എന്ന് തന്നെ അർത്ഥം വില്ലേജ് ഇവിടോട്ട് ഉണ്ട് എന്നാണ്. ഇത് നേരെ വരട്ട് കാണുമ്പോഴേക്കും ഇവിടോട്ടോ വില്ലേജ് ഉണ്ടെന്നാണ് പറയണ പോലെ തോന്നുന്നത്. ഇത് കഴിഞ്ഞ അപ്പുറത്ത് വില്ലേജ് ഉണ്ടെങ്കിലോ? ഇത് കടലാണെങ്കിൽ ഇത് പാടി. ഓ ഒരു സാൻഡ് ഭയം. അവിടെ ഡെസർട്ട് വില്ലേജ് ഉണ്ടെങ്കിലോ? നമുക്ക് നോക്കാം, പോയോക്കാം. നമ്മൾ ഹിപ്പ് കൊടുക്കണ്ട, നമുക്ക് പോയിക്കൊണ്ടേയിരിക്കാം. ഓ ഒന്നും കാണുന്നില്ല. ഫുള്ളും മലനിരകൾ മാത്രം ഈ വേൾഡിൽ. വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഗെയിം വേറെ എന്നോട് ചോദിക്കാണ്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്ത്. ഓ ഓ വില്ലേജ് കിട്ടി. അയ്യോ, ഞാൻ എത്ര ദിവസമായി നിങ്ങൾ തിരയുന്നു. ആരൊക്കെ ഒഫീഷ്യലി വില്ലേജ് കിട്ടി. അത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ട് പോലില്ല കിട്ടുന്നത്. ഓ സന്തോഷം. അപ്പോൾ ഉള്ള കാര്യം തന്നെയാണ്, മത്തങ്ങ കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തായാലും വില്ലേജ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇതോടൊക്കെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ എന്നും ഇങ്ങനത്തെ തന്നെ ഉറപ്പിക്കാറ്. വേറെയുള്ള പോലെ നമുക്കൊന്നും ഇതില്ല. മത്തങ്ങ ഉണ്ടോ അവിടെ വില്ലേജ് ഉണ്ട്. നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളി. ഇതൊരു നല്ല ടിപ്പാവട്ടെ.
ഓ, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വില്ലേജ് കിട്ടി. അതിന് മുന്നേ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു അയൻകോളിൻ്റെ മുന്നിൽ വെച്ചിട്ട് സ്പോണായി. എല്ലാത്തിനായിട്ട് മുന്നേ ചെയ്യേണ്ടത് ഈ പൊട്ടറ്റോ. അയ്യോ അയ്യോ, എടാ മാറിക്കടാ. ഓക്കെ, ഈ പൊട്ടാറ്റോ വീറ്റ് നമുക്ക് എടുത്തില്ല, കുഴപ്പമില്ല. മുട്ട എടുക്കുക. ആ മറ്റേ പൊട്ടന്മാർ വരുന്നിട്ട് ഉള്ളിൽ തന്നെ നമുക്ക് ഇതൊക്കെ എടുത്തേക്കാം. ഒന്നും കൊടുക്കണ്ട. ഓക്കെ, പൊട്ട ഒന്ന് നോക്കിക്കോട്ടെ. എടുത്തേക്കട്ടെ, പെട്ടെന്ന് എടുത്തേക്കാം. പെട്ടെന്ന്. ആ, ബീട്രൂട്ട്. ഓ ഫുഡ്. ഓക്കെ ഞാൻ ഇത് മുന്നേ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ കണ്ടുപിടിക്കണ്ടല്ലോ, കുറച്ചുകൂടി മുന്നേ കണ്ടുപിടിക്കേണ്ടിയിരുന്നു. ഞാൻ അപ്പം തന്നെ സവാനാഭാഗത്തേക്ക് വന്നാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് സവാനയിൽ കിട്ടുമെന്ന് അറിയാം. പക്ഷേ സവാനയിൽ നിന്ന് ഇനിയിപ്പോൾ ദൂരത്തു നിന്നാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ എടുക്കാണ്ടിരുന്നത്. ഞാൻ പൊട്ടത്തരം ചെയ്ത്. ഓക്കെ, നമുക്കിവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ പേരുണ്ട്. ഇതൊക്കെ അടിച്ചു മാറ്റാം നമുക്ക്. ഒരു ബെഡ് കിടന്നുറങ്ങിയേക്കാം. ഓക്കെ, ഉറങ്ങി നീച്ചതിൻ്റെ ശേഷം നമുക്ക് കക്കൽപ്പേടികൾക്ക് തുടങ്ങാം. കക്കൽ മാത്രമല്ല, നമ്മളെല്ലാതും അടിച്ചു മാറ്റി വിടുന്നു. വില്ലേജറിനടക്കം നമ്മൾ അടിച്ചു മാറ്റി വിടുന്നു. കണ്ടാ, ഇതിനെ മാത്രം കൊണ്ടുവല്ലേ പാവം. ഇവിടെ വന്നോട്ടെ. വലുതായിട്ട് മാമൻ വരണ്ടിട്ടാ വലുതാവും. ആ അയൺ പാമ്പ് കിട്ടാണ്. ഓ, പച്ചക്കൂട്ട് കിടന്നുറങ്ങുക. ഓ, ഇങ്ങനെ കാണുമ്പോൾ എന്നെ തന്നെ എനിക്ക് കാണുന്ന പോലെ ഉണ്ട്. നീ ഉറങ്ങിക്കോടാ, എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഉറങ്ങിക്കോ. എടാ ഉറങ്ങിക്കോടാ. കാലമാടെ ഇന്നിങ്ങോട്ട് കയറി ചെയ്യാ. ഓക്കെ, പൊട്ടിച്ചേക്കാം. അതിൻ്റെ ശേഷം ഉമ്മാരുടെ കാര്യമായതുകൊണ്ട് ഉമ്മാരുടെ ഇരിക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ അത് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ അത് ഒരടിക്ക് തന്നെ പൊട്ടിപ്പോകും. പിന്നെ ഫസ്റ്റ് നമുക്കിത് ഡേറ്റ് ഒന്ന് പൊട്ടിച്ചേക്കാം. എന്നിട്ട് ഡേറ്റ് തിരിച്ച് വെച്ചേക്കാം. ഇവിടെ കാണാം. ഓക്കെ, റെഡിയാവും. എൻ്റെ കോപ്പിൾ സ്റ്റോൺ എടുത്തേക്കാം. വെച്ചോട്ടാൽ മതിയില്ലേ. ഒരു സെൻറ്ററിൽ ഇരിക്കടാ. കുഴപ്പമില്ലല്ലേ.
സഫക്കേറ്റ് ആവാൻ വേണ്ടി ചാവേണ്ടി മതിയായിരുന്നു. ഓക്കെ, ഇനിതാ ഇവിടെ ഞാൻ ഇവിടെ കയറുക. ഓക്കെ, ഞാൻ പൊടിച്ചെടുത്തായില്ലേ. ഒന്നും ഉണ്ടാവരുത്, ഈ മര്യാദക്ക് ഇതിൽ കയറ് പ്ലീസ് പ്ലീസ്. ഇതിൽ കയറ്. പറഞ്ഞ കേൾക്കില്ലേ ബ്രോ. ഇങ്ങോട്ട് വന്നേ ബ്രോ അങ്ങോട്ട് പോകാം. പഠിച്ചനേനെ. ഒന്ന് പോടാ, നല്ല കുട്ടിയല്ലേ. അങ്ങോട്ട് നേരെ പോയിക്കേ, രാത്രിയാണ്. എടാ അവൻ പറഞ്ഞ കേൾക്കില്ലടാ. അയ്യോ രാത്രി ഞാൻ ഈ പാവപ്പെട്ട വല്യച്ചനെ ഇപ്പോൾ കൊല്ലുന്നു പോണ്. അയ്യോ പാവക്കൊടി പണിയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓൻ അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ആ ഒരു ഇങ്ങനെ പൊടിച്ചെടുത്തേക്കാം. എന്നിട്ട് ഏകദേശം അവിടെ പോടാ. അവിടെ ബോട്ടിരിക്കണ്ടാ. നമുക്ക് ബോട്ട് ഇഷ്ടമല്ലേ? ബോട്ട് ഇഷ്ടമല്ല. ആരും നോക്കില്ല, ഇങ്ങനെ പൊടിച്ചോണ്ടേ അവിടെ ഇങ്ങനെയൊക്കെ. ഓക്കെ ബ്രോ, ഞാൻ തങ്ങോട്ട് ബീച്ച തരുന്നുണ്ട്. പൊക്കോ, എടുക്കച്ച പൊക്കോ. എന്നെക്കൊണ്ട് പറ്റടാ ഈ സംഭവം. ഓക്കെ ബ്രോ, ഞാൻ അതവിടെ ഫ്രീഡം ഫൈനലി ഫ്രീഡം. പൊക്കോ. ഈ ഒരു സത്യം മീൻ പിടിച്ച് എനിക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ലേ? നടക്ക്, നമുക്ക് പോവാ. അപ്പം വാശി പിടിക്കണടാ. ഇവിടെ കുഞ്ഞുകുട്ടികൾ പോലെ വാശി പിടിക്കല്ലേ. അങ്ങോട്ട് കയറി പോവാ. ഇതാ അങ്ങോട്ട് പോകാൻ നോക്കട്ടോ നീ ഒട്ടൻ. എടാ പോടാ. അങ്ങോട്ട് പറ്റിടാ. അന്നെക്കൊണ്ടല്ലേ പിന്നെ അങ്ങോട്ട് പറ്റിയ. ഈ ഒരു സേന നമുക്ക് പണി തന്നിട്ട്. ഓക്കെ, എടാ പോട്ടുമ്പോ എടക്കേ. കയറിയിട്ടാ ഒരുത്ത സെറ്റായി. എന്താ നമുക്ക് സെറ്റാക്കിയത്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ ചെയ്ത അതേ പൊട്ടത്തരം വേണ്ടി ചെയ്യണില്ല. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ പൊട്ടിച്ചേക്കാം. ഒരു ബോട്ടിരിക്കുമ്പോൾ 4 ബ്ലോക്കിലാണ് ഇരിക്കുക. ഞാൻ ഓൾറെഡി ആലോചിച്ചില്ല. ഇടക്കിങ്ങനെ മിസ്റ്റേക്കൊക്കെ അത്രയും വലിയ പ്രോപ്പറായിട്ടും വരും. ഇവിടെ ഓക്കെ സെറ്റ്. ഇതിൻ്റെ ഒരു ബോട്ട് കൊണ്ട് വെക്കണം അല്ലേ? ഓക്കെ, ഇനി അവിടെ ഒരു ബോട്ട്. ഓക്കെ. ഇതാ ഈ ഒരു ബ്ലോക്കിൽ ചവിട്ടിട്ട് ചിലപ്പോൾ ഈ നിലക്ക് പോകും. കണ്ട നന്നായുള്ളൂ. ബ്രോ ഫ്രീഡം വേണ്ടേ? ഞാൻ കടയിൽ നിന്ന് മേടിച്ചരാ. അയ്യോ ഫ്രീഡം കടയിൽ നിന്ന് മേടിച്ചരാ. ഓ ഏടാ ഇല്ലെങ്കിൽ അവിടെ തുറന്നു വിട്ടാണ്ട് ഓടുമല്ലോ. ഇതേ അനുസരണ അൽഫാമിൽ കാണിച്ചില്ലേ? ബ്രോ അതിൽ കയറി ഇരിക്കും ബ്രോ. എന്താ ബ്രോ, നമ്മളൊക്കെ പണ്ട് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചല്ലാണ്ട് കയറി എന്താ. കുട്ടി ഈ വല്ലന്മാരുടെ ബെഡൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം. കാരണം വെച്ചാൽ ഇവന്മാരെ ബെഡ് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ വയ്ക്കാം. ലീബർമാർ റീസ്റ്റോറായി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. ഇനി ഇപ്പൻ്റെ ബെഡ് എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തോണ്ട് ഒന്ന് കിട്ടുക. ബാഗിനെ കൊണ്ട് പൊട്ടിക്കുക. ഇവിടുത്തെ പൊട്ടിച്ചായി. ഒന്നും വൃത്തിയാക്കി എടുക്കാനൊന്നുമില്ല. ഓക്കെ, ഇവനെ വേണ്ടിട്ട് കിട്ടുക. ഓക്കെ, നീ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ മതി. കൂട്ടുകാരി ഒന്നിച്ച് നമ്മൾ പോയാൽ ഒന്നും നടക്കില്ല. നമ്മളെങ്ങനെയാണ് പോകുന്നത്? രണ്ടുപേരൊക്കെ ഒരുമിച്ചിരുന്നു. ആരുടെ ഈസി പറഞ്ഞു? അല്ല ഒരുത്തനോടെ ബ്രോ. എന്തിനാ ബ്രോ നീ എന്തിനാ പണിയെടുക്കണേ? എനിക്ക് ഞാൻ അവിടെ പണി തരല്ലോ. ആയോ എനിക്ക് ഞാനുണ്ടറാ. ആയോ
ഉമ്മാൻ്റെ തീരെ ഇഷ്ടം കേട്ടോ. അതായത് വില്ലേജർമാരുടെ പരിപാടികൾക്ക് നിൽക്കില്ല പറയും. ഫാമിലിയൊക്കെ പോവാം. കേബിളിലേക്ക് പോയാലോ? ഉണ്ടാവും കേബിളിട്ട് കേബിളിട്ട് ഞാൻ കാണിച്ചേ. ഓക്കെ. അയ്യോ വെറുതെ വേമായി. അയ്യോ ഞാനോ കഷ്ടപ്പെട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഈ ചിന്ന ആയിക്കോടെ ഇടയ്ക്ക് വരുന്നത്. അത് നമുക്ക് വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാം. നേരെ കടൽ യാത്രയാവാൻ ഇവിടുന്ന് കുറച്ചുണ്ടുള്ളൂ, കുറച്ച് ദൂരം വരെ. ഇതേ പാട്ടാണ് പോവുക. സ്പീഡിലൊന്നും പോകണ്ട. അങ്ങനെ പതുക്കെ മുങ്ങി പോയത്. ഒരു ധൃതിയില്ല. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഗെയിമിൽ നിന്ന് ഇറങ്ങി പുറത്തുനിന്ന് സൗണ്ട് കേൾക്കേണ്ടി വെച്ചിട്ട്. അതേ ഗൈസ്, രാത്രി 12 മണി, സോറി 1 മണി അറിയില്ല. എന്തായാലും സമയം ഒരുപാട് നേരമായിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ കളിക്കാൻ ടൈമില്ല. അത് കാരണം നമ്മൾ തന്നെ ടൈം ഉണ്ടാക്കണം. പിന്നെ ഈ പൊട്ടന്മാരനൊക്കെ വിളിച്ചു തന്നുകൊണ്ട് ഞാൻ എന്തൊക്കെ പിച്ചിമ്മയൊക്കെ പറയണ്ടാവും. അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട. കാരണം എനിക്ക് ഇവരുടെ പേഴ്സണലായിട്ട് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് വില്ലേജർമാർ. എടാ ഒരാൾ പറഞ്ഞതിലും കേൾക്കടാ. നിങ്ങൾ 2 പേര് ഒരുമിച്ച് കേൾക്കില്ല പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? എടാ അവലെ സോംബിയോ ക്രീപ്പറോട്ട പോകുമ്പോൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വീണ്ടും റീസ്പോൺ ആവും. പക്ഷെ നിങ്ങൾ 2 പേരും എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നമുക്ക് എന്നിട്ട് നീന്തി പോവാം. ഞാൻ തെറ്റായ വഴിയിലാണോ പോകുന്നത്? ഞാൻ വഴി തെറ്റിച്ചാൽ തെറ്റിച്ചോ എന്നൊക്കെ ഡൗട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വഴി തെറ്റിച്ചോ എന്നൊക്കെ ഡൗട്ടുണ്ട്. അയ്യോ ഞാൻ ലീഡ് തന്നെ പൊട്ടിച്ചിപ്പോ. എടാ പൊട്ടാ ലീഡ് മുങ്ങിച്ചാവല് വേണം. അതൊക്കെ അവനാണ് ഞാൻ ബോട്ടിന്നതാ ഇറങ്ങി ഓടണടാ. ബോട്ടിൽ കയറടാ പൊട്ടാ. പൊട്ടണ പോലെ അഭിനയിക്കുക. ഓക്കെ ഇതാ അങ്ങനെയാണ്. ഇതിന് വേണ്ടിയിട്ടല്ലേ എന്നിട്ട് ക്രൗച്ച് ചെയ്തിട്ടില്ല. ശേഷം അങ്ങനെ പോയതിന് ശേഷം അയൽ കെട്ട്
നമ്മുടെ ഇതിൽ അറ്റാച്ച്ഡ് ഓക്കെ. അതിൻ്റെ ശേഷം ഒരു ബെഡ് എടുത്ത് വെച്ചതിന് ശേഷം ബ്രെഡ് എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ചങ്ക് കൂട്ടിയിടാം. ഓക്കെ, നമുക്കെന്തെങ്കിലും കാണുന്നുണ്ടോ? എല്ലാം ചുറ്റിനും വെള്ളം. മാറിക്കോ നോക്കട്ടെ ഞാൻ. വെള്ളം എവിടെ നോക്കിയാലും വെള്ളം. അവിടെ ഒരു ലാൻഡ് കാണുന്നുണ്ട്. നമ്മൾ വന്ന ലാൻഡല്ലേ? അപ്പം അങ്ങനെ പോണിരുന്നല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഏകദേശമൊക്കെ കത്തുണ്ട്. നമ്മളവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തൊക്കെയൊന്ന് മാറിയ പോലെ ഉണ്ട്. പുതിയ അപ്ഡേറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുള്ള പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് പിടിച്ചിടാം. ഫസ്റ്റ് വീട് ക്ലിയർ ചെയ്യുക. അതിൻ്റെ ശേഷം ഒന്ന് പോയിട്ടിതാക്കാം. വീട്ടിൽ ഫ്രണ്ടേ പറടാ. നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ വീട് ഇങ്ങനെ വന്നില്ലേ? ആണ് വഴി തെറ്റിയാലും നമുക്കൊന്ന് നല്ല കിടന്നിട്ടുണ്ട്. ആ ഫൈനൽ ഏരിയ നല്ല രീതി നടന്നു. അങ്ങനെ നമുക്കിനൊരു എന്താ നമുക്ക് ഉണ്ടാക്കണം? ബെഡ് ഉണ്ടാക്കണം അല്ലേ? ഊടുണ്ടാ? ഒന്നുമില്ല, എനിക്ക് ഇതിൽ ഊടുണ്ടാ? ആ പറയാൻ മറന്നു കേട്ടോ. ഇതിക്ക് വന്നിട്ട് ക്രീപ്പറിനെ കൊന്നപ്പോൾ നമ്മുടെ മാഫാമിൽ നിന്ന് കിട്ടിയതാണ് മ്യൂസിക് ഡിസ്ക്. ഞാൻ വന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയണമെന്ന് എല്ലാവരോടും വിചാരിച്ച്, പക്ഷെ പറയാൻ പറ്റിയില്ല. അൺഫോർച്യുനേറ്റ്ലി പറയാൻ പറ്റിയില്ല. ചങ്ങൊന്ന് കുറച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മാർ അവിടെ വടിയാവും. ഓക്കെ, ഒരു ബെഡ്റൂം ഉണ്ടാക്കുക ഫാസ്റ്റ്. ഓക്കെ, നമ്മളങ്ങനെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങിയാൽ മതി. ഒന്ന് പെട്ടെന്ന് കിടന്നുറങ്ങാം. എന്ത് പഠിച്ച് കാട്ടിപ്പോ? ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊക്കെ ദ്രോഹം. മറ്റേ എന്താ പറയാ, ഓ നമ്മൾ ലീഡ് പിടിച്ചിട്ട് ഇങ്ങനെ. ഓക്കെ, രണ്ടെണ്ണം കിട്ടുമോ? അപ്പോൾ ഇതോടെ തിരിഞ്ഞൊന്നും ഉണ്ടാവുമല്ലോ. രണ്ടെണ്ണം കിട്ടി. ഒന്ന് ബോട്ടിൽ കിട്ടിയില്ല. ബോട്ടിൽ കിട്ടിയതോടെ? ഓ ആ കളിക്കുന്നത് ബോട്ടിൽ കിട്ടിയതിൻ്റെ ബാക്കിലുണ്ട്. ഓക്കെ, ഞാൻ കാട്ടുന്നേ അമ്മമാരായിട്ട് നമുക്ക് ബുദ്ധി കുറയാതെ ഇവർക്ക് ബുദ്ധി കൂടുതലാവും. എനിക്ക് തോന്നി നമുക്ക് ഉമ്മാരെ കണ്ടിട്ട് ബുദ്ധി കുറയുകയാണ്. വേഗമായോ. ഓക്കെ, ഇങ്ങനെ പതുക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി തൊട്ടടുത്തോണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെത്തി. വേഗമായോ. ചാണ പട്ടണമല്ല എവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാഫാം ഉണ്ടാക്കുമ്പോൾ മാറ്റിച്ചതാ. കാരണം ഞാൻ തന്നെ പെട്ടെന്ന് ഞാൻ തന്നെ ചാടിയിട്ട് ചിലപ്പോൾ ചാവേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് നമ്മുടെ വെച്ചാൽ ഞാൻ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചാണ്. എവിടെ കോട്ടെ, ഇവിടെ ചതിപ്പ് തൽക്കാലത്തിന്. ഇതായിരിക്കുന്നു എൻ്റെ മഞ്ഞ ബെഡ്. പിന്നെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാം. ഓക്കെ, പിന്നെ അവന്മാരുടെ വേറെ ബെഡ് കൂടിയല്ലോ, വൈറ്റ് ബെഡ് കൂടി. ഒത്തും കൂടി ഒരു വൈറ്റ് ബെഡ് കൂടി വെച്ചൊക്കെ റെഡിയായി. അങ്ങനെ വൈറ്റ് ബെഡ് അവനിൽ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി മാർക്കൂടി നമ്മളൊരു ഏരിയ സെറ്റാക്കി കൊടുത്താൽ മതി. പുതുക്കി തലക്കാലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്.
ടോർച്ചിൽ വേണ്ടല്ലോ, ഒരു ബ്ലോക്ക് കൂടി വിട്ടിട്ട് നമുക്ക് വെച്ചെടുക്കട്ടോ. ഇമാരെ കാര്യം ചിലപ്പില്ലേ ചിലപ്പോൾ പണിയാവും. അപ്പോൾ തൽക്കാലത്തിന് കൂട്ടിലാക്കിയേക്കാം. എല്ലാത്തിനും ഒരു ബ്ലോക്ക് ഇട്ട് വെച്ചേക്കാം. ചിലപ്പില്ലേ അമ്മമാർക്ക് എപ്പോഴാണ് എന്താ തോന്നുന്നു വരാൻ പറ്റില്ല. ഇവന്മാരെ തിന്ന് നമുക്കിങ്ങനെ നീന്തി കൊടുത്ത് ഇടാക്കിയാൽ മതി. വലിയ വിഷയമുള്ള കാര്യമില്ല. അങ്ങനെ ചിക്കനൊക്കെ എന്താ ഇതിൻ്റെ മേലെ ഇതിന് അടിക്കാൻ എന്താ അടിക്കുന്നുണ്ട്. ഓക്കെ, ബോട്ട് നീന്തന്നെ. ഓക്കെ, പതുക്കെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഈ ബ്ലോക്കിൽ കൂടെ നോക്കി പോകാൻ പറ്റുമോ? കുറച്ച് പണിയാണ്. ഇവിടെ എന്നാലും മതി. ഇവിടെ കുറച്ച് നീക്കിച്ചാൽ മതി. കുറച്ച് പൊട്ടുക്ക് കുറച്ചിങ്ങണ്ട് കുറച്ചിങ്ങനെ എത്ര പറ്റുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് എന്തും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ശേഷം മതിയാവും. എല്ലാത്തിനും എന്നോട് കളിക്കും. ഓക്കെ, ഇതാ ബ്ലോക്ക് കൂടി വെച്ച് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചെടുക്കണം. പക്ഷെ ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് എൻ്റെ ഫ്രണ്ടിലേക്ക് നീക്കി പോകാം. ഓക്കെ, നമ്മുടെ ബ്ലോക്കൊക്കെ അടിക്കും. വീണ്ടും മാറി BP ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ശേഷം ഇവിടെ എങ്ങനെ പിന്നെ ഇങ്ങനെ. ഓക്കെ, നമുക്ക് മൊത്തം കവർ ചെയ്തെടുക്കാം. മൊത്തം അടച്ചു കൂട്ടി ഒരു ടോർച്ച് വെച്ചെടുത്താൽ കേട്ടോ. ചിലപ്പോൾ ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും സ്പോണായിട്ട് ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവട്ടെ. ഇവിടെ ഒന്ന് ഈ മൂലക്കൊരു വന്നിരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾക്ക് ടോർച്ചിൻ്റെ ഒരു കുറവാണ്ട. മൊത്തം അടച്ചു കൂട്ടിട്ടാൽ നമുക്ക് ഞാൻ മൊത്തം അടച്ചു കൂട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. എന്നാലും ഒരു ലെയറോട് നമുക്ക് വെച്ചെടുക്കാം. നേരെ തലയുടെ നാക്കൂടെ എന്തെങ്കിലും എന്തെങ്കിലും വെക്കണ്ടല്ലോ, വെക്കണമല്ലോ. ആയിക്കോട്ടെ, അത്യാവശ്യത്തിന് മേലെ അവർക്ക് സൗകര്യം ഉണ്ടായിക്കോട്ടെ. മൊത്തം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് കൂടി നടച്ചേക്കാം. പിന്നെ മാർക്കൊരു ഫ്രീ ആക്കി വിടണമല്ലോ നമ്മളിപ്പോൾ. ഫ്രീ ആക്കി വിടുമ്പോൾ ചെറിയ പ്രശ്നമുണ്ടല്ലോ. നമുക്കന്നെ കയറും. നമുക്കൊരു ബോട്ടിലാക്കി വയ്ക്കാം. അതൊക്കെ നല്ലത്. ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ചെയ്ത് നോട്ടെ. അവിടെ കുറേ ക്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഉണ്ടല്ലോ അല്ലേ. ആരും ചെയ്തല്ലേ. അതിനോട് വെള്ളം വെക്കേണ്ട. ചിലപ്പോൾ പണിയിട്ട ചാൻസ് ഉണ്ട്. അത് കാരണം ഇവിടെ ഒന്നിനോട് ഇരിക്കില്ല. അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇനി ഇവരുടെ ബോട്ട് നമ്മൾ പതുക്കെ ഇടിച്ച് പൊട്ടിക്കണം. പതുക്കെ മാർക്ക് ഇടി കിട്ടാണ്ട്. ഞാൻ പേടിച്ച്. ഓക്കെ, കുഴപ്പമില്ല. അതൊക്കെ ഇങ്ങനെ പേടിച്ചു. മുരുകയില്ല. വീണ്ടും പിടിച്ച്. കുഴപ്പമില്ല. നമുക്ക് കയറണം. എന്താ ഒറ്റടിക്കുമ്പോൾ തന്നെ ബോട്ട് പൊട്ടുന്നത്? ഇത് ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ബീറ്റ വെർഷൻ ആയി. ഇപ്പം എല്ലാവരുടെയും ഇങ്ങനെ തന്നെ. ഓക്കെ, നമ്മളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും ചുറ്റി വളച്ച് കെട്ടിയിട്ടുണ്ട്. മനെ കാണാതെ എനിക്ക് ഇഷ്ടമല്ല. കറച്ചേക്കാം. ഓക്കെ,
ഓക്കെ, നമ്മളൊക്കെ സേഫ് ആയിട്ടുണ്ട്. ഇവന്മാരുടെ മുഖത്ത് തൽക്കാലത്തിന് നോക്കി കാണണം. ഓക്കെ, ഹലോ ഗേഷ്, എന്തൊക്കെയുണ്ട് സുവിശേഷം? കുടിച്ചേക്കാം, സൗകര്യമായിട്ട് കാണാമല്ലോ. ഹേഷ്, എന്തൊക്കെയുണ്ട് സുവിശേഷം? കുഴപ്പമില്ലല്ലോ. കണ്ടാ, ഞങ്ങൾക്ക് വേണ്ടി ഫ്ലേവർ അടക്കം സെറ്റ് ആയിട്ടുണ്ട്. എൻജോയ് യുവർ സെൽഫ്. ഓക്കെ, കണ്ട, രണ്ടും നല്ല ഭംഗിയുള്ള മൂക്കുകാർ. ഓക്കെ, നാളെ മരം നമ്മൾ എവിടെയെങ്കിലും കുഴിയാണ്ട് താത്തും. നാളെ നിങ്ങളുടെ ദിവസമാടാ, നിങ്ങളുടെ ദിവസം മാത്രം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മാറിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. മാറിയിട്ടിരിക്കും പറഞ്ഞാൽ ഫണ്ണാട്ടോ. അത് മാർക്കെടുത്തിട്ട് വീഡിയോ എടുത്ത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് നാളെ വരണ്ടി.